ഹലോ, എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമൊന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ തലതിരിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി. ഫോൺ തലതിരിച്ച് വെച്ചിട്ട് ആകുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ആവുകയും ചെയ്യും, എന്നിട്ട് നമ്മുടെ പണിയും കൂടി നടക്കും. അവൻ തലതിരിച്ച് പിടിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫോണിൻ്റെ താഴ്ഭാഗത്താണ് ചാർജിങ് സോക്കറ്റും ഇയർഫോൺ സോക്കറ്റൊക്കെ ഉള്ളത്. ഫോണ് ബാറ്ററിയിലും കംപ്ലൈൻ്റ് ആണ്, ചാർജ് പെട്ടെന്ന് തീർന്നു പോകും. ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഏത് നേരം എന്താക്കും, ചാർജ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയിലുള്ളത്. ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ തലതിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് തലതിരിച്ചു കൊണ്ടൊരു വീഡിയോ എടുക്കുന്നത്, ഫോൺ തലതിരിച്ചു കൊണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോഴോർത്തു, എന്തായാലും നമ്മുടെ IPL മാച്ചുകൾ തുടങ്ങിയിരിക്കുകയാണ്. IPL മാച്ച്, ക്രിക്കറ്റ് മാച്ച്, കുട്ടി ക്രിക്കറ്റ് T20 മാച്ച് ആരംഭിച്ചു. ചെറിയ സമയം കൊണ്ട് ഇരുന്നൊരു കളിയായതുകൊണ്ട് തന്നെ, അതുപോലെ നല്ല നല്ല ക്ലാസിക്കൽ ഷോട്ടുകളും വിക്കറ്റുകളിലും കാണാൻ പറ്റുന്നതുകൊണ്ട് ചെറിയ സമയത്തോട് തീർന്നൊരു കളിയാണത്. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു കളി തന്നെയാണ് T20 ക്രിക്കറ്റ് മാച്ച്. T20 ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ ടീം, അതായത് IPL മാച്ച് ആദ്യമായി ഉണ്ടായ കാലം തൊട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ടീം എന്ന് ചേർന്നത് രാജസ്ഥാൻ റോയൽസാണ്. ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, രാജസ്ഥാൻ റോയൽസ് ആദ്യകാലങ്ങളിലൊക്കെ ടീം എന്ന് പറയുമ്പോൾ അത്ര അധികം പേരുകേട്ട ടീമിൻ്റെ കളിക്കാർ അതിലുണ്ടാവാറില്ല. ലേലത്തിലൊക്കെ തന്നെയാണെങ്കിലും പൈസയൊക്കെ കുറഞ്ഞ ആൾക്കാരായിരിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട നല്ല പ്ലെയേഴ്സിനെ അവർ കാണാറില്ല. അതുകൊണ്ടൊക്കെയാണ് രാജസ്ഥാൻ റോയൽസിനെ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവർ അങ്ങനെ കുഞ്ഞൻ ടീമായിട്ട് കളിക്കുമ്പോൾ, കുഞ്ഞൻ ടീമാണെങ്കിൽ തന്നെ കളി നല്ല ഉഷാറ് കളിയാണ്. അതുകൊണ്ട് നമുക്ക് അവർ ശക്തരായ ടീമിനോടൊക്കെ തോറ്റാലും നമുക്ക് കണ്ടിരിക്കാൻ രസമുണ്ടാകും. എന്നാൽ പിൻകാലങ്ങളിൽ സഞ്ജു സാംസൺ, ഹെറ്റ്മെയർ, അതുപോലെ നമ്മുടെ പരാഗ്, ഇവരൊക്കെ വന്നതിന് ശേഷം ടീം നല്ല സെറ്റപ്പായി, നല്ല അടിപൊളി ടീമായി മാറി. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ പുതിയ പയ്യൻ വൈഭവ് സൂര്യവംശി. ചെക്കൻ്റെ കളി ഇന്നലെ കളിക്കണ്ടാവല്ലേ, എന്താ കളിയല്ലേ! ചെക്കനെ ഏത് ഫോർമാറ്റിലായി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയാണ്. എൻ്റെ പണ്ടത്തെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ബാറ്റിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടിയ പന്തിൽ അടിച്ച് പറക്കണം. എന്നാൽ കുറ്റി പോകുന്ന പന്തൊക്കെ തടുത്തും വേണം. വെറുതെ കൊട്ടിക്കൊട്ടി നേരം കളി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ വൈഭവ് സൂര്യവംശി വന്നതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുക, എൻ്റെ ആഗ്രഹം സാധിച്ചത്.
ഇരുന്ന് കാണുന്ന രസമായിരുന്നു കളി. അടിയോടടി. ഇന്നലെ 15 ബോളിൽ 5 6ഉം 4 4 അടക്കം ഇന്നലെ 50 റണ്ണ് തികച്ചത്. പക്ഷേ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജു സാംസൺ ഇന്നലെ നിരാശപ്പെടുത്തി. ചെന്നൈ ടീമിൽ എത്തിയതിനു ശേഷമുള്ള സഞ്ജുവിൻ്റെ ആദ്യത്തെ കളിയായിരുന്നു. സഞ്ജു ആദ്യം കഴിഞ്ഞ വർഷം ഒക്കെ രാജസ്ഥാൻ റോയൽസിലായിരുന്നു സഞ്ജു. അങ്ങനെ ഇപ്രാവശ്യം ചെന്നൈ ടീമിലെത്തിയിട്ട് ആദ്യത്തെ മാച്ചായിരുന്നു. പക്ഷെ എന്താ പറയാനാ, 6 റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ ക്ലീൻ ബൗൾഡായിട്ട് ഔട്ടായി. പിന്നെ അത് പറയാൻ പറ്റത്തില്ല. ആ ഒരു ബോൾ എന്ന് വെച്ചാൽ ബർജറിൻ്റെ ആ ബോളിങ് ഏത് പ്രഗത്ഭനായ ബാറ്റർ ആയിക്കഴിഞ്ഞാൽ പോലും ഔട്ടായി പോവും. അങ്ങനത്തെ ഒരു ബോളിങ്ങാണ്. ശരിക്കും നമ്മളൊക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക, എല്ലാവരും വിചാരിച്ചത്, ഞാനൊന്നും വിചാരിച്ചത് അത് ലെഗ് സൈഡിലൂടെ വൈഡായിട്ട് ആ ബോൾ പോകുന്നതാണ്. സഞ്ജു ഏകദേശം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ലെഗ് സൈഡിൽ വൈഡ് പോലെ വന്ന ബോൾ നിലത്ത് കുത്തി ഒറ്റ തിരിയിലങ്ങ് തിരിച്ചു. ഓഫ് സൈഡിൽ വന്ന് സഞ്ജുവിൻ്റെ കുറ്റി കൊണ്ടങ്ങ് പോയി ടേൺ ചെയ്തിട്ട്. നല്ല സൂപ്പർ ബോളിംഗ് ആയിരുന്നു. അത് നല്ലൊരു ബോളിംഗ് ആയിരുന്നു. ബർജർ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഔട്ടാവും. അമ്മാതിരി തിരിയല ബോൾ തിരിഞ്ഞത്. പിന്നെ ഇപ്പോൾ സഞ്ജു ആ ബോൾ തടുക്കാനുള്ള ശ്രമം പോലും നടത്താൻ സമയം കിട്ടിയില്ലാന്ന് തോന്നുന്നു. അവർ ബാറ്റ് ഒന്ന് അനക്കുമ്പോഴേക്കന്നെ കുറ്റി കൊണ്ട് പോയി. എങ്ങനെയാണ് ആ ബോൾ വന്നതെന്ന് ഞാനത് വീഡിയോ വീണ്ടും കൊണ്ട് കണ്ടു നോക്കി കേട്ടോ. എന്നാലും സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിലും നമുക്കറിയാം, സഞ്ജു നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രതീക്ഷയാണ്. അടുത്ത കളി സഞ്ജു എന്തായാലും തകർക്കും എന്നുള്ള പ്രതീക്ഷയാണ്. സഞ്ജുവിൻ്റെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ്. വേൾഡ് കപ്പിലെ കളികൾ തന്നെ അറിയാമല്ലോ നമുക്ക്. വേൾഡ് കപ്പ് തന്നെ നമുക്ക് നേടിത്തന്നല്ലോ സഞ്ജു. നല്ല ബാറ്റിംഗ് പ്രകടനത്തോടു കൂടിയാണ് സഞ്ജു കളിച്ചത്. വേൾഡ് കപ്പിലെ അവസാന മാച്ചുകൾ തുടർച്ചയായിട്ട് അടിച്ച് തകർത്ത് നമുക്ക് വേണ്ടി വേൾഡ് കപ്പ് ഉയർത്തി. അപ്പോൾ സഞ്ജുവിനെ തിരിച്ചു വരും, നന്നായിട്ട് കളിച്ച് വരും. ഫസ്റ്റ് മാച്ചിലായിട്ടുള്ളൂ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നാലും സഞ്ജു നമ്മുടെ കേരള പയ്യൻ ചെന്നൈയിലുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇത്തവണ ചെന്നൈയിലേക്കൊന്ന് കാര്യം മാറാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ സഞ്ജു ഉള്ളതുകൊണ്ടേ. പക്ഷേ ഇന്നലത്തെ സൂര്യവംശിയുടെ അടി കണ്ടാലും തോന്നി വേണ്ട, നമുക്ക് രാജസ്ഥാൻ റോയൽസ് തന്നെ മതി. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ചക്കൻ സഞ്ജു സാംസൺ നമ്മുടെ ഇഷ്ടപ്പെട്ട താരം തന്നെ. സഞ്ജു വിജയിക്കണം, സൂര്യവംശിയും വിജയിക്കണം എന്ന് വിചാരിച്ച് നടക്കൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കളിയിലൊരു വിജയമുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രതീക്ഷ സഞ്ജുവും സൂര്യവംശിയും കൂടെ അവരുടെ ആ ഒരു കഴിവ് അവരുടെ പ്ലസ് പോയിൻ്റ്, അവരുടെ ബെറ്റർ പെർഫോമൻസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ T20 IPL മാച്ചിൽ ഈ രണ്ട് ടീമും ഫൈനലിൽ വരുന്ന എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഫൈനലിൽ വന്നാൽ നമുക്ക് ആ കൺഫ്യൂഷനാവും, ആര് ജയിക്കണോ, സഞ്ജു ജയിക്കണോ അല്ല സൂര്യവംശി ജയിക്കണോ എന്നുള്ളത്. ഞാൻ രാജസ്ഥാൻ റോയൽസ് ജയിക്കണോ ചെന്നൈ ജയിക്കണോ, അപ്പം നിങ്ങൾ തീരുമാനിക്കും ആരോടെ കൂടെ ആകും. ഞാനെന്തായാലും ഇത്തവണയും എൻ്റെ പ്രിയപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് സഞ്ജു സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി രണ്ടാളും നന്നായിട്ട് കളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവർ രണ്ടിൽ ആര് കപ്പ് നേടിയാലും പ്രശ്നമില്ല. പിന്നെ പക്ഷെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്നെ ഒരു നിരാശപ്പെടുത്തുന്നൊരു കളി ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. സൂര്യവംശി ഇന്നലെ നന്നായിട്ട് കളിച്ചു, അതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു. കാരണം സഞ്ജു ഔട്ടായപ്പോൾ ഉള്ളൊരു വിഷമം സൂര്യവംശിയിലൂടെ മാറി. പ്രതീക്ഷ തന്നെയായിരുന്നു, അടിച്ച് പൊളിക്കുന്ന പ്രതീക്ഷ തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സൂര്യവംശി പറയുന്നുണ്ടായി,
വൈഭവ് സൂര്യവംശിയുടെ ഇപ്രാവശ്യം IPL വരുമെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാക്ഷാൽ ക്രിസ് ഗെയിലിൻ്റെ 175 എന്ന സ്കോർ അത് മറികടക്കുക എന്നാണ് ആളുടെ ലക്ഷ്യം. ആളുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 200 അടിച്ചാലും പറയാൻ പറ്റത്തില്ല, അമ്മായത് അടിയാണെന്ന്. അപ്പോൾ റെക്കോർഡുകളെല്ലാം വഴിമാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, നമ്മുടെ ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ റെക്കോർഡുകളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ രാജാവ് കിങ് കോഹ്ലി മറികടന്നുകൊണ്ടിരിക്കുക. അതുപോലെ ഇവരെല്ലാവരുടെയും റെക്കോർഡുകൾ അധികം വൈകാതെ, ചിലപ്പോൾ ഇവരൊക്കെ കളിച്ച അത്ര ഇന്നിങ്സുകൾ കളിക്കാതെ തന്നെ വൈഭവ് സൂര്യവംശി മറികടക്കുക എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിറകെ നമ്മുടെ സഞ്ജു സാംസണും കൂടി ഉണ്ട്. എന്തായാലും സഞ്ജു സാംസണും നമ്മുടെ സൂര്യവംശിക്കും ആശംസകൾ നേരുക. രണ്ടുപേരും നന്നായി, രണ്ട് ടീം, അതായത് രാജസ്ഥാൻ റോയൽസും ചെന്നൈ നന്നായി കളിച്ചു ഫൈനലിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫൈനലിൽ ആര് ജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്. ആര് ജയിച്ചാലും സന്തോഷം. പക്ഷേ രണ്ടുപേരുടെയും നല്ല തകർപ്പൻ പെർഫോമൻസ് കാണാൻ തന്നെയാണ് ആഗ്രഹം. അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് മടുപ്പ് പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ ഒന്ന് ഇഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ബാറ്റും എടുത്തിട്ട് ഗ്രീസിൽ നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. നമ്മളൊക്കെ മുമ്പ് പിള്ളമാരുടെ കണ്ടം ക്രിക്കറ്റിലും കളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ബാറ്റും പിടിച്ച് നിന്നിട്ട് പിന്നെ ബോൾ വരുമ്പോൾ ഒരേ വീശലങ്ങ് വീശും, കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചാൽ. പക്ഷെ അതുപോലെ തന്നെ അവിടെ എത്തുമ്പോൾ പ്രതീക്ഷിച്ച പോലായിരിക്കില്ല നടക്കുക. അതൊക്കെ ആർക്കും സഞ്ജുവിനൊക്കെ സംഭവിക്കുന്നത്. ആരാലും നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ കളിക്കാൻ പോവുക. വെറുതെ അലസരായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടൊന്നും ആരും കളിക്കാൻ പോകുമെന്ന് തോന്നില്ലല്ലോ. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നും അലംഭാവമല്ല, അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥ എന്തോ അങ്ങനെ ആയിരുന്നിരിക്കും. ഒരു പെട്ടെന്ന് ഒന്നാമത് വേൾഡ് കപ്പിൽ ശേഷം സഞ്ജു നമ്മുടെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ജനങ്ങൾക്കിടയിലൊക്കെ നന്നായി പിന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ചെന്നൈയിലാണെങ്കിൽ സഞ്ജു കിട്ടിയ സ്വീകരണം, ആളുകളുടെ പ്രതീക്ഷയെല്ലാം വെച്ച് നോക്കുമ്പോൾ ആൾക്കാരെ പെട്ടെന്നൊരു മെൻ്റൽ സ്ട്രെസ് വന്നു പോകാം, ഒന്നും ഒരു തിരുവാട് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ടായിരിക്കാം ഇന്നലെ പെട്ടെന്ന് ഔട്ടായി പോയത്. സഞ്ജു തന്നെ തിരിച്ചു വരട്ടെ, സൂര്യവംശി അടിച്ച് തകർക്കട്ടെ. IPL മാച്ച് എല്ലാവരും കാണുക. ആരവരുടെ ഇഷ്ടപ്പെട്ട ടീമൊക്കെ ഏതാണെന്നൊക്കെ ഇതിൽ കമൻ്റ് ഇടുക. പിന്നെ നോക്കട്ടെ, ഓരോ ദിവസവും ക്രിക്കറ്റിൻ്റെ അന്നത്തെ ക്രിക്കറ്റിൻ്റെ വിവരങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ തിരക്കാണ്, തിരക്ക് പിടിച്ച വർക്കിൻ്റെ ഇടയിൽ. എന്തായാലും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നതാണല്ലോ, ഒറ്റയ്ക്ക് ഇവിടെ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കിരുന്നിട്ട് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. ക്യാമറ കയ്യിൽ പിടിക്കേണ്ട കാര്യമില്ല. ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ, ചങ്ങായി പറഞ്ഞ പോലെ കുത്തനെ തലതിരിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ചാർജർ ഒരു ഭാഗത്ത് കുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് തലതിരിച്ച് വെച്ചത്. അപ്പോൾ വീഡിയോ ഞാൻ കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ലതാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, അതായത് നമ്മൾ യൂട്യൂബിലേക്ക്. ഇപ്പോൾ യൂട്യൂബ് മുമ്പ് പറഞ്ഞ പോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന് വളരെ കുറവാണ്. ഇപ്പം 68 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബറൊക്കെ വേണം നമുക്ക്. സാധിക്കുന്ന പോലെ എല്ലാവരും സഹായിക്കുക, ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. കണ്ടിട്ടൊരേ പൂക്കങ്ങ് പോകരുത്. എനിക്ക് തോന്നി ആ പ്ലേ ലിസ്റ്റിലേക്ക് വീഡിയോസ് മാറ്റുന്നതുകൊണ്ട്, ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയിലേക്ക് കൊണ്ട് പോകുന്നതുകൊണ്ട്, സ്ലിപ്പായി പോകുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുകൂടാൻ തോന്നും ആൾക്കാർ. എല്ലാവരും അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.